ഈ ചാർജർ എവിടെ കൊണ്ടുവച്ചു? എന്നാലും അത് ഇവിടെ കൊണ്ടുവച്ചു. എടിയേ, ആ ചാർജർ എന്തേടി? ഓ തുടങ്ങി, മര്യാദ ഇരിക്കാനും സമ്മതിക്കില്ല. പണ്ടാരം അത് എവിടെ വെച്ചേ? എടി, എന്റെ ചാർജർ എവിടെ വെച്ചേ? ഇവക്കെന്നാ ചെവിയും കേൾക്കില്ലേ? എത്ര നേരം ചാർജർ വെക്കുന്നു? എന്റെ ചാർജർ എവിടെ വെച്ചേ? നിങ്ങൾ ചാർജർ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് എന്നോട് ചോദിച്ചിട്ട് എന്നാ കാര്യം? അത് നീ എന്താ ചൂടാവണേ? നിന്റെ ചാർജർ തന്നാലും മതി. അയ്യടാ, ഞാൻ തരില്ല. എന്നിട്ട് ഇന്നാളത്തോളം എല്ലായിടത്തും കൊണ്ട് കളയാൻ. അത്യാവശ്യമാണ് ചാർജ് ചെയ്യാൻ, ഒട്ടും ചാർജ് ഇല്ല. ചാർജർ അത് പറ്റില്ല, എന്റെ ചാർജർ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ തിന്നാനൊന്നും പോളെ, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു തരാം. കൊണ്ടോണൊക്കെ കൊള്ളാം, ഒരു സാധനം എടുത്ത് അതേ സ്ഥാനത്ത് തിരിച്ചു വെച്ചേക്കണം. ഇന്നാളത്തെ പോലെ ഇതിന്റെ പുറകെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കണം. ഓ ഉത്തരവ്, അടിയൻ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവച്ചേക്കാം. അയ്യോ, ചാർജ് തീർന്നല്ലോ. ഇങ്ങനെ ഇത് ഇവിടെ കൊണ്ട് വെച്ചില്ലേ? ഓ, നിങ്ങൾ എന്റെ ചാർജർ എവിടെ കൊണ്ട് വെച്ചു മനുഷ്യ? എന്റെ ഫോണിന്റെ ചാർജർ എന്ത് ചെയ്യുന്നേ? അത് ഞാൻ അവിടെ കൊണ്ടുവച്ചില്ലേ? എവിടെ കൊണ്ടുവച്ചു? അവിടെയൊന്നും ഇല്ല. എന്റെ ചാർജർ തന്നെ മര്യാദയ്ക്ക്. എടി, ചാർജർ മുകളിലാണോ? അവിടെ ഇല്ല അല്ലേ? പക്ഷെ ഞാൻ അവിടെ വെച്ചതാണല്ലോ. നിങ്ങൾ ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് അപ്ലൈ പറഞ്ഞതല്ലേ, ഒരു സാധനം എടുത്താൽ ആവശ്യം കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കണം. അതാണ് മാന്യത. ഒന്നുകൂടെ പറഞ്ഞു. ഒരു സാധനം എടുത്താൽ ആവശ്യം കഴിഞ്ഞാൽ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കണം. അതാണ് മാന്യത. അങ്ങനെയാണല്ലേ? നീങ്ങ വന്നേ. എങ്ങോട്ട്? നീ വാ, പറയാം. നോക്കിക്കഥ വാടി. അമ്മേ, ഹലോ. എന്താ മരുമകനെ, മോളെ, എന്താ രണ്ടുപേരും പതിവില്ലാതെ? എനിക്കറിയില്ല അമ്മേ, എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു. എന്താ മോനെ, എന്താ കാര്യം? വാ, അകത്തേക്ക് ഇരിക്കാം. വാ. അകത്തേക്കൊന്നും ഇരിക്കുന്നില്ല അമ്മേ, എനിക്ക് പെട്ടെന്ന് വേണം. ഇവൾക്ക് എന്നൊരു പരാതിയായിരുന്നു. ഇവള് പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല, ഇവളെ ഒന്നും ഞാൻ അനുസരിക്കുന്നില്ല, ഇവൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. പക്ഷെ ഇവളെന്ന് എന്റെ കണ്ണു തുറപ്പിച്ചു. ഞെട്ടണ്ട, അത്ര മഹത്തരമായ കാര്യമാണ് ഇന്ന് അമ്മയുടെ മോൾ എന്നോട് പറഞ്ഞത്. ഞാനിത് പണ്ടേ ചിന്തിക്കേണ്ടതായി. ഞാൻ എന്നാ പറഞ്ഞേ? അവൾ എന്നതാ പറഞ്ഞേ? നീ എന്നതാടി പറഞ്ഞേ? അമ്മേ, അവൾ എന്നോട് പറഞ്ഞു, ഒരു സാധനം എടുത്താൽ ആവശ്യം കഴിഞ്ഞാൽ അത് എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു. ഇല്ലേ? നീ പറഞ്ഞില്ലേ? ഇല്ലാന്ന് പറയരുത്. കണ്ടോ, പറഞ്ഞു. എന്റെ ആവശ്യം പണ്ടേ കഴിഞ്ഞതാ. ഞാൻ ഇവിടെ നിന്ന് എടുത്ത ഈ സാധനത്തിന് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവെക്കാൻ പറഞ്ഞു. അവള് പറയുന്ന കേട്ടില്ല, അനുസരിച്ചില്ല, വകവെച്ചില്ല എന്ന് നീ പറയില്ലല്ലോ. അതുകൊണ്ടേ സന്തോഷത്തോടെ ഈ മുതലിനെ തിരിച്ചെടുത്താൽ അകത്തിരിക്കാൻ ഞാൻ പോട്ടെ. നീ എന്തിനാടി ആ സ്ഥാനത്ത് കയറി ഡയലോഗ് അടിക്കാൻ പോണേ? അയക്ക് ഭ്രാന്ത. മാറി, ഞാൻ പോട്ടെ. ഞാൻ ഒഴിവാക്കാൻ നിൽക്കുവായിരുന്നു. നീ എങ്ങോട്ടാടി പോണേ മോളെ? നശൂരം പിടിച്ചത് വന്ന് കയറി മനുഷ്യന്റെ ഉള്ള സ്വസ്ഥതയും കൂടെ പോക്കാം. ഇനി അവൾ എന്റെ ഒരേ ഒരു പെങ്ങളല്ലേ, എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടൂർ പോകാം. ടിക്കറ്റ് ഒക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തു? ഇങ്ങോട്ട് പോവാൻ? ഷില്ലോങ്, മേഘാലയ. നല്ല സ്ഥല. ഷില്ലോങ്, മേഘാലയ. അളിയാ, അളിയാ, പോവല്ലളിയാ, ഞാനും പറ്റളിയാ, പോലെ അളിയാ, നിക്കളിയാ, നിക്കളിയാ, എന്റെ പൊന്നളിയാ. എന്നൊന്നും ചെയ്യുന്ന ഒരു അവസരം കിട്ടിയപ്പോ ഞാൻ ഒഴിവാക്കിയതാ. അതല്ലളിയാ, എന്നെ കൂടെ കൊണ്ടുപോളിയാ, അല്ലെങ്കിൽ അവളെന്റെ മേഘാലയ ഷില്ലോങ്ങിലേക്ക് കൊണ്ടുപോളിയാ. പിന്നെ എന്റെ ജീവിതം അങ്ങനെ കൊണ്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നാ വാളിയാ, ഒട്ടും സമയങ്ങളെ നമുക്ക് പോയി എവിടെയെങ്കിലും സമാധാനപ്പെടുത്ത് ജീവിക്കാം. അതെ, ഒന്ന് നിൽക്കൂ. എന്താ മാഡം? നിങ്ങൾ എന്താ ഇങ്ങനെ പേടിച്ച് തെറിച്ച ഓർഡറെ? ഒന്നും പറയണ്ട മാഡം, അതൊരു വലിയ കഥയാ. അതെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ? അളിയോ, ബ്രോക്കറൊന്ന് കാണും. കല്യാണം കഴിഞ്ഞല്ലോ എന്ന് പറയാം. പുതിയത് കിട്ടിയാലോ? അല്ലല്ല, കല്യാണം കഴിഞ്ഞല്ല. കല്യാണം കഴിഞ്ഞില്ല അല്ലേ? സമാധാനമായി. ഞാനൊരു അനാഥയാണ്. സ്നേഹം കിട്ടാൻ കൊതിക്കുന്ന ഒരു മനസ്സാണ് എൻ്റേത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? പറയൂ. നീയൊന്ന് വിട്ടറിയാ. പാവം, സ്നേഹം കിട്ടാൻ കൊതിച്ച് നിൽക്കോടാ. ഞാനും സ്നേഹം കിട്ടാൻ കൊതിച്ച് നിൽക്കാം. മാഡത്തിന്റെ പേരെന്താ? ഒരു പേരിൽ എന്തിരിക്കുന്നു, എന്നാലും പറയാം. രേഷ്മ. രേഷ്മ? അളിയാ, ഇത് മറ്റതാണ് കല്യാണം. രേഷ്മ എന്റെ ദൈവമേ, എനിക്കൊരിക്കൽ സ്നേഹം തരാൻ ഈ കേരളത്തിൽ ആരുമില്ലേ? പിന്നെ തമിഴ്നാട്ടിലേക്ക് പോയത്.